തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് മിക്കയിടത്തും യുഡിഎഫിൽ ഘടകകക്ഷികൾ തമ്മിൽ മത്സരം ഉറപ്പായി. ഇതോടൊപ്പം പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന അന്ത്യശാസനം തള്ളി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തടക്കം കോൺഗ്രസിൽ വിമതർ മത്സരരംഗത്ത് തുടരുന്നുണ്ട്. മലബാറിൽ, മലപ്പുറത്തും കണ്ണൂരിലും കോൺഗ്രസും ലീഗും നേർക്കുനേർ. എറണാകുളത്തും വിമത ശല്യം രൂക്ഷമാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചിട്ടും യുഡിഎഫിലെ ഭൂരിഭാഗം വിമതരും മത്സരരംഗത്ത് തുടരുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി മഹേശ്വരൻ നായർക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് വിമതനായി മത്സരിക്കുന്നു. ഇതുൾപ്പെടെ 6 ഡിവിഷനുകളിലാണ് വിമതർ മത്സരരംഗത്ത് തുടരുന്നത്. വിഴിഞ്ഞത്ത് നിലവിലെ കൗൺസിലർ സുധീർ ഖാൻ വിമതനായി മത്സരിക്കുന്നു. 2 ഡിവിഷനുകളിൽ ഘടകകക്ഷികൾക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. കൊല്ലത്ത് KPCCയുടെ അന്ത്യശാസനം അവഗണിച്ചും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വിമതരായി മത്സരിക്കുകയാണ്. പത്തനംതിട്ട നഗരസഭയിൽ RSP മത്സരിക്കുന്ന 2 ഡിവിഷനുകളിൽ കോൺഗ്രസ് വിമതർ പത്രിക പിൻവലിച്ചിട്ടില്ല. മലബാറിൽ, മലപ്പുറത്തും കണ്ണൂരിലും ഉൾപ്പെടെ UDF സംവിധാനം പൊളിഞ്ഞു. മലപ്പുറത്ത് 25 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി നഗരസഭയിലും കോൺഗ്രസും ലീഗും നേർക്കുനേർ ഏറ്റുമുട്ടും. കണ്ണൂർ കോർപ്പറേഷനിൽ 7 UDF വിമതർ മത്സരിക്കുന്നു. തൃശൂർ കോർപ്പറേഷനിൽ 4 UDFന് തലവേദനയായി വിമതർ മത്സരരംഗത്ത് തുടരുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ DCC അംഗം രമേശ് നന്ദിയത്ത് വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ നിലവിലെ മേയർ ടോണി ചെമ്മണിയുടെ സഹോദരിയും വിമത സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിലെ 4 സിറ്റിംഗ് കൗൺസിലർമാരും കൊച്ചിയിൽ വിമതരായി മത്സരിക്കുന്നു. അവസാന നിമിഷം വരെ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലും വിമതരെ പിന്തിരിപ്പിക്കാൻ കഴിയാത്തത് UDF നേതൃത്വത്തിന് തലവേദനയാകുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറം ജില്ലയിൽ UDF സംവിധാനം പാളി. ജില്ലയിലെ 30% മണ്ഡലങ്ങളിൽ UDF മത്സര രംഗത്തില്ല. നിരവധി മണ്ഡലങ്ങളിൽ ലീഗും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടത്തിലാണ്. മലപ്പുറത്ത് 30% ത്രിതല പഞ്ചായത്തുകളിൽ UDF സംവിധാനമുണ്ടാവില്ല. 24 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലും കാളികാവ് ബ്ലോക്ക് ഡിവിഷനിലുമാണ് കോൺഗ്രസും ലീഗും നേർക്കുനേർ മത്സരിക്കുക. കരുവാരക്കുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും ഒറ്റയ്ക്ക് മത്സരിക്കും. ചർച്ചകൾ അവസാന ഘട്ടത്തിൽ UDFന് ദോഷമുണ്ടാക്കിയെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. കോൺഗ്രസിൻ്റെ 10 ഡിവിഷനുകളിൽ അവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ലീഗ് മത്സരിക്കുന്ന വാർഡിലെ സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ടുകൾ കിട്ടിയിരിക്കണം. ഒരു കളി ലീഗ് സമ്മതിക്കൂല. വിട്ടുവീഴ്ച ചെയ്യാതിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടിന്റെ എണ്ണവും ലീഗ് പരിശോധിക്കും. നേരത്തെ ഒരു 6-7 പഞ്ചായത്തുകളിൽ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ഈ 1 സീറ്റിന് 1/2 സീറ്റിന് വെച്ചമാറുള്ള അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് പിന്നെ സങ്കീർണതയിലേക്ക് പോവുകയത്. ചരിത്രത്തിൽ ആദ്യമായാണ് മലപ്പുറത്താനയ്ക്കും പോർമുഖത്തെത്തുന്നത്. ബാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം കാണാമെന്ന ഭീഷണിയോടെയാണ് ലീഗ് പ്രചാരണത്തിനിറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. KPCC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. തിരുവനന്തപുരം പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാഗേഷിന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത്. വിജിലൻസ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ് രാഗേഷ്. എന്നാൽ രാഗേഷിനോട് ചിലർക്കുള്ള വ്യക്തിവിരോധമാണ് സീറ്റ് നൽകാത്തതിന് പിന്നിൽ എന്ന് പ്രതിഷേധക്കാർ പറയുന്നു. രാവിലെ 11:30ഓടെയാണ് 100ഓളം വരുന്ന പ്രവർത്തകർ KPCC ആസ്ഥാനത്ത് പ്രതിഷേധവുമായി എത്തിയത്. പിന്നീട് ഇവർ പ്രതിഷേധം KPCC അധ്യക്ഷന്റെ മുറിക്കുള്ളിലേക്ക് മാറ്റുകയായിരുന്നു. ഈ സമയത്ത് KPCC അധ്യക്ഷൻ VM സുധീരൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാഗേഷ് 5-ാം വാർഡിൽ മത്സരിക്കാൻ പത്രിക നൽകിയെങ്കിലും ചിഹ്നം അനുവദിക്കാൻ DCC നേതൃത്വം തയ്യാറായില്ല. മുക്കുന്നിമലയിൽ അനധികൃതമായി ക്വാറികൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് രാഗേഷിനെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. എന്നാൽ ബൂത്ത് കമ്മിറ്റി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്ക് ചിഹ്നം അനുവദിക്കാൻ നേതൃത്വം തയ്യാറാകാത്തതിന് പിന്നിൽ ചിലരുടെ വിരോധം മാത്രമാണെന്നാണ് രാഗേഷിന്റെ അനുയായികൾ പറയുന്നത്. പിന്നെ വാർഡ് കമ്മിറ്റിയുടെയും ബൂത്ത് കമ്മിറ്റിയുടെയും ഉത്തരവാദിത്വത്തോടുകൂടി മത്സരിക്കാൻ ഇറങ്ങി നോമിനേഷൻ പേപ്പർ കൊടുത്തു. അത് അംഗീകരിച്ചു വന്നപ്പോൾ ചിഹ്നം മാത്രം അവർ കൊടുക്കുന്നില്ല. അവർ വേറെ ആരോ കണ്ടുവച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. വേറൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, അതൊരു സ്ത്രീയാണ്. അത് ഞങ്ങൾ അവിടുത്തെ കോൺഗ്രസ്സുകാരായ ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല. KPCC ഓഫീസിനുള്ളിൽ രാഗേഷിന് ഫ്ലക്സ് ബോർഡ് വെച്ചായിരുന്നു പ്രതിഷേധം. സ്ഥലത്തുണ്ടായിരുന്ന KPCC ഉപാധ്യക്ഷൻ MM ഹസൻ പ്രതിഷേധക്കാരെ മയപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും പ്രതിഷേധം കടുക്കുകയായിരുന്നു. പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായതോടെ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ച് സ്ഥലം വിട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബിൽ ചിറ്റ്സ് അഴിമതിയെക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ മീറ്റ് ദ പ്രസിൽ വെള്ളാപ്പള്ളി നടേശൻ. പീപ്പിൾ രേഖകൾ സഹിതം പുറത്തുവിട്ട അഴിമതി സംബന്ധിച്ച ചോദ്യങ്ങളിൽ വെള്ളാപ്പള്ളിക്ക് ഉത്തരം മുട്ടിയപ്പോൾ അഴിമതി വാർത്ത പുറത്തുവിട്ട കൈരളി പീപ്പിളിനെതിരെ തിരിയുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത്.
ബെൽചിറ്റ്സ് എന്ന വെള്ളാപ്പള്ളിയുടെ സ്വന്തം സ്ഥാപനത്തിൽ 2013-14 സാമ്പത്തിക വർഷം അനധികൃതമായി ഒഴുകിയ 23 കോടി രൂപയെക്കുറിച്ചാണ് കൈരളി പീപ്പിൾ രേഖാസഹിതം റിപ്പോർട്ട് ചെയ്തത്. വെള്ളാപ്പള്ളിയുടെ ചിട്ടിക്കമ്പനിയുടെ ഓഡിറ്റിംഗ് നടത്തുന്ന GVR അസോസിയേറ്റ്സ് തന്നെയാണ് 23 കോടിയുടെ ഇടപാടിന് രേഖയില്ല എന്ന് കണ്ടെത്തിയത്. ഈ കണ്ടെത്തലിനെക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. വെള്ളാപ്പള്ളിയുടെ മറുപടി ഇങ്ങനെ: നിങ്ങൾക്ക് പറഞ്ഞാൽ വ്യക്തമാകുകയില്ല. ഈ ചിലത് മനസ്സിലായെന്ന് പറഞ്ഞ് മനസ്സിലായാലും മനസ്സിലാകാതെ പോകും. നിങ്ങളുടെ മനസ്സ് വേറെ വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതെ അത് ഇത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് നിങ്ങൾ ഏതായാലും കണ്ടുപിടിച്ചവർ അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അന്വേഷിക്കട്ടെ. ഒരു ആഗ്രഹം നിങ്ങളുടെ ജനം ആഗ്രഹിക്കുന്ന എല്ലാം കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. നേരത്തെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നടത്തിയ പ്രതികരണം ഇങ്ങനെ: അത് കഴിഞ്ഞപ്പോൾ അടുത്ത കഥയുമായി 2 ദിവസം മുമ്പ് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്റെ പാർട്ണർ വിളിച്ചു. അതിനെക്കുറിച്ച് ഏതാണ്ട് 2 മണിക്കൂർ ഉണ്ടാക്കിയ കഥ. അഴിമതി വിവരം പുറത്തുവിട്ട് പീപ്പിൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇതാണ്. 1. അനധികൃതമെന്ന് ഓഡിറ്റർ കണ്ടെത്തിയ 23 കോടി എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി? 2. ഈ പണം മൈക്രോ ഫിനാൻസിംഗ് പദ്ധതിയുടെ ഭാഗമായി പാവങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട പണമായിരുന്നോ? 3. ഈ പണം കള്ളപ്പണമാണോ? ഈ ചോദ്യങ്ങൾക്കൊന്നും വെള്ളാപ്പള്ളിയിൽ നിന്ന് ഉത്തരമുണ്ടായില്ല. പകരം ഉത്തരം ഞഞ്ഞാപിഞ്ഞ. ലൈസൻസിൽ കൃത്യമായിട്ട് 10 ലക്ഷം രൂപ വരെ കുറി നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ കോടികളുടെ ഇടപാട് നടക്കുന്നു. ഇതിനൊന്നും നിങ്ങളോട് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്ന് ഓരോരുത്തർ ഫോൺ ചെയ്ത് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം നിങ്ങളെ ഇവിടെ വരിച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്താമെന്നായിരിക്കണമെങ്കിൽ എനിക്ക് നല്ല സൗകര്യമില്ല മറുപടി പറയാൻ. നിങ്ങൾ പറയണതെല്ലാം മറുപടി പറയാനായിട്ട് വന്നിരിക്കുകയല്ല ഞാൻ. അങ്ങനെ എന്നെ പ്രകോപിപ്പിച്ച് നിങ്ങൾ പത്രമധ്യമാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പ്രകോപിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അങ്ങനെ പറയാനൊന്നും ഞാൻ തയ്യാറല്ല. വെള്ളാപ്പള്ളിയും ഭാര്യയും മരുമകളും നടത്തുന്ന ചിട്ടിക്കമ്പനിയുടെ അനധികൃത പണമിടപാടിനെക്കുറിച്ച് എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി കൈരളി പീപ്പിൾ പുറത്തുവിട്ട വാർത്ത വെള്ളാപ്പള്ളിയുടെ ഉത്തരം മുട്ടിക്കുന്നതാണ് കേരള രാഷ്ട്രീയം ഇന്ന് ആലപ്പുഴയിൽ നടന്ന മീറ്റ് ദ പ്രസിൽ കണ്ടത്. പൊളിറ്റിക്കൽ ഡെസ്ക്. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ശ്രീനാരായണ ധർമ്മവേദി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. DGPയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം കേസ് അന്വേഷിക്കണം എന്നാണ് ആവശ്യം. പരാതിയിൽ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ നിയമ നടപടിയും സമരവുമായി മുന്നോട്ടു പോകുമെന്നും ബിജു രമേശ് വ്യക്തമാക്കി. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ശ്രീനാരായണ ധർമ്മവേദി കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം മുൻവിധിയോടുകൂടിയതാണ്. അതുകൊണ്ടാണ് സത്യസന്ധമായ അന്വേഷണം മുൻപ് നടക്കാത്തതെന്ന് ശ്രീനാരായണ ധർമ്മവേദി ജനറൽ സെക്രട്ടറി ബിജു രമേശ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ DGPമാരായ സെൻകുമാറിന്റെയോ ജേക്കബ് തോമസിന്റെയോ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക സംഘത്തെ കൊണ്ട് കേസ് തുടരന്വേഷിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യം. പരാതിയിൽ സർക്കാർ തീരുമാനമെടുത്തില്ലെങ്കിൽ നിയമ നടപടിയും സമരവുമായി മുന്നോട്ടു പോകുമെന്നും ബിജു രമേശ് പറഞ്ഞു. ഗവൺമെന്റിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ സമരവും നിയമപരമായും ഒക്കെ തന്നെ ഇനി മുന്നോട്ട് പോകാനാണ് ശ്രീനാരായണ ധർമ്മവേദി എടുത്തിരിക്കുന്ന തീരുമാനം. സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ധർമ്മവേദിയുടെ പക്കൽ തെളിവുകളുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമേ കൈമാറൂ എന്നും ധർമ്മവേദി പ്രവർത്തകർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന സ്വാമി പ്രകാശാനന്ദയുടെ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് കേസിൽ സമഗ്രാന്വേഷണം നടത്തിയില്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ധർമ്മവേദിയുടെ തീരുമാനം. ശ്രീനാരായണ ധർമ്മവേദി അംഗങ്ങളായ KK പുഷ്പാങ്കദൻ, G മോഹൻദാസ്, TK രാജൻ, വിനോദ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന് ആലുവ റൂറൽ SP വർഗീസ് ജോർജിന്റെ വെളിപ്പെടുത്തൽ. സ്വാമിയെ പുഴയിൽ നിന്നെടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ സോമൻ തന്നോട് പറഞ്ഞതായും വർഗീസ് ജോർജ് പീപ്പിൾ TVയോട് പറഞ്ഞു. കൈരളി പീപ്പിൾ ചാനലിനെതിരെ രൂക്ഷ വിമർശനവുമായി തുഷാർ വെള്ളാപ്പള്ളി രംഗത്ത്. ബെൽചിറ്റ്സ് കമ്പനിക്കെതിരെ പീപ്പിൾ നൽകിയ വാർത്ത അടിസ്ഥാനരഹിതം. ബെൽചിറ്റ്സ് ബോംബ് കമ്പനിയല്ല, നിയമപരമായി കമ്പനിയാണ് ഇതെന്നും കണക്കുകൾ സുതാര്യമാണെന്നും തുഷാർ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനല്ല. നമ്മുടെ ശാഖായോഗങ്ങളാണെങ്കിലും നമ്മുടെ യൂണിയനാണെങ്കിലും യോഗങ്ങളാണെങ്കിലും
നമ്മുടെ വാർഷിക പൊതുയോഗം വിളിച്ച് കണക്ക് വെച്ച് അവതരിപ്പിച്ച് ഓരോ വർഷവും പാസ്സാക്കി പോകുന്ന സംഘടനയാണ് SNDP യോഗം. നമ്മൾ വ്യക്തമായ ഓഡിറ്റിംഗ് ഉൾപ്പെടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും കൃത്യമായി അതിന്റെ സാമ്പത്തികമായി വളരെ സ്ട്രൈറ്റ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യന്മാരെ വളച്ചൊടിക്കുവാൻ ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിപ്പോ നേരെ പിടിച്ചെന്താ മൈക്രോ ഫൈനാൻസ് ആണ്. SNDP യോഗത്തിലേക്ക് 1 രൂപ പോലും വരില്ല. കാരണം SNDP യോഗത്തിൽ ബാങ്കുകളിൽ നിന്ന് വരുന്ന മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത് നേരിട്ട് നമ്മുടെ യൂണിറ്റുകളിലേക്കാണ് ആ പണം വേണ്ടത്. SNDP യോഗം ഗ്രേഡ് ചെയ്ത ശേഷം ആ ഗ്രേഡിങ്ങിന് ശേഷം ഈ യൂണിയന് ഈ പണം കൊടുക്കാമെന്നും അതുപോലെ തന്നെ യൂണിയൻ സെക്രട്ടറിയും യൂണിയൻ പ്രസിഡന്റിനെയും ഈ പണം അത് ശാഖകൾക്ക് വേണ്ടി അതിന് ചെക്കപ്പെട്ടെടുത്ത കാര്യങ്ങൾ മുഴുവൻ ഇടപാടുകൾ നടത്തുവാനുള്ള അനുവാദം SNDP യോഗത്തിലേക്ക് 1 രൂപ പോലും വരില്ല. താൻ പശുവിറച്ചി കഴിക്കാറുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ തുടർന്ന് കഴിക്കുമെന്നും വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു. ഗോവധത്തെ പറ്റി എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ പത്രത്തിൽ വാർത്തയില്ല. ഞാൻ ഏതായാലും ഗോവധ പശുവിൻ്റെ ഇറച്ചി തിന്നുന്നതാണ്. പശുവിനെ കടത്തിയെന്നാരോപിച്ച് ഹിമാചൽ പ്രദേശിൽ യുവാവിനെ ബജ്രംഗ് ദളുകാർ കൊലപ്പെടുത്തിയ സംഭവം രാജ്യം നേരിടുന്ന ഗുരുതരമായ വിപത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. PC ജോർജിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കണമെന്ന പരാതിയിൽ PC ജോർജിനെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് VM സുധീരനും സ്പീക്കർക്ക് മൊഴി നൽകി. PC ജോർജ് മുന്നണി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. PC ജോർജിന് UDFൽ തുടരാനുള്ള അർഹത നഷ്ടപ്പെട്ടുവെന്ന് VM സുധീരനും മൊഴി നൽകി. അടുത്ത ഹിയറിംഗ് ഈ മാസം 26-നാണ്. അട്ടപ്പാടിയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടി. കടുകുമണ്ണ ഊരിൽ പോലീസും മാവോയിസ്റ്റുകളും പരസ്പരം വെടിവെപ്പ് നടത്തി. 5-അംഗ മാവോയിസ്റ്റ് സംഘം ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് തെരച്ചിൽ നടത്തിയത്. തിരുവനന്തപുരത്ത് പിടിയിലായ ഓൺലൈൻ പെൺവാണിഭ സംഘത്തിന്റെ നേതാവ് കൊല്ലം സ്വദേശിയായ ബിനിമോൾ എന്ന് പോലീസ്. ഇടപാടുകാർക്ക് പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കാൻ സംഘം അവലംബിച്ചത് നൂതന മാർഗങ്ങളാണ്. പിടിയിലായതിലേറെയും വീട്ടമ്മമാരാണ്. ലൊക്കാൻഡോ എന്ന പരസ്യ വെബ്സൈറ്റിലൂടെയാണ് ഇവർ ഇടപാട് നടത്തിയിരുന്നത്. ഇടനിലക്കാർ ഉൾപ്പെടെ 14 പേരെ സൈബർ പോലീസ് വലയിലാക്കിയതും ഏറെ നാടകീയമായാണ്. ലൊക്കാൻഡോ എന്ന ഓൺലൈൻ സൈറ്റ് വഴിയാണ് വാണിഭ സംഘം ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. ഏജന്റുമാരുടെ നമ്പർ സൈറ്റിൽ കൊടുക്കും. ഇടപാടുകാർ ബന്ധപ്പെട്ടാൽ അവർക്ക് വാട്സപ്പ് വഴി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കും. തുടർന്ന് ആവശ്യക്കാർക്ക് ഫ്ളാറ്റുകളിലും ഹോട്ടലുകളിലും പെൺകുട്ടികളെ എത്തിക്കുന്നതാണ് ഇവരുടെ രീതി. കൊല്ലം മങ്ങാട് സ്വദേശി ബിനിമോളാണ് സംഘത്തിലെ മുഖ്യ കണ്ണി. സംശയം തോന്നാതിരിക്കാൻ ബിനിമോൾ ഇടപാടുകൾ നടക്കുമ്പോൾ സ്വന്തം മകനെയും കൂടെ കൂട്ടും. കൊട്ടാരക്കര സ്വദേശി പ്രവീണാണ് ഇടപാടുകാരെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്. കൊല്ലം, കാട്ടാക്കട, കൊട്ടാരക്കര, അടൂർ, എറണാകുളം, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായത്. വീട്ടമ്മമാരാണ് പെൺവാണിഭ സംഘത്തിൽ കൂടുതലുള്ളത്. ഇതിനകത്തുള്ള പല സ്ഥലത്തു നിന്ന്, എറണാകുളത്തുനിന്നും മദ്രാസിയിൽ നിന്ന് വരെ പെൺകുട്ടികളെ കൊണ്ടുവരികയും അവരെ കടത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ ആൾക്കാർക്ക് പണത്തിന് വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു വൻ ശൃംഖലയിലെ കണ്ണികളാണ് ഈ പിടിയിലായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇതിനെ തുടർന്ന് ഇവർ അറസ്റ്റിലായിരിക്കുന്ന മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇടനിലക്കാരാണ്. അപ്പോൾ നമ്മൾ ഇടനിലക്കാരാണ്. ഇവരുടെ ഭാഗത്തുനിന്ന് മറ്റുള്ള അന്വേഷണവും തുറന്നുള്ള കേസുകളും ഇതിനെ തുറന്നുള്ള അന്വേഷണവും ഉണ്ടാവുമെന്നാണ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ അന്വേഷിച്ചിട്ട് ബാക്കി വിവരം പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ 1 മാസത്തിലേറെയായി പെൺവാണിഭ സംഘത്തിന്റെ മൊബൈൽ നമ്പറുകൾ സൈബർ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇവരിൽ നിന്ന് 3 വാഹനങ്ങളും 18 മൊബൈൽ ഫോണും 1 ലാപ്ടോപ്പും 10,000 രൂപയും പിടിച്ചെടുത്തു. ഇവർക്ക് മറ്റ് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നറിയുന്നതിന് ക്രൈംബ്രാഞ്ച് IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. തിരുവനന്തപുരം സൈബർ സ്റ്റേഷന്റെ ചുമതലയുള്ള S വിജയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ വലയിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യതലസ്ഥാനത്ത് 2ഉം 5ഉം വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി. വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ ബൈക്കിലെത്തി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം റോഡരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ദില്ലിയിൽ പോലീസ് പൂർണ്ണ പരാജയമാണെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു.